നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആമേൻ ഹാലേ സന്ധ്യയിലെ മ്യൂസിക്കൽ നൈറ്റ് ആമേൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആമേൻ ആരംഭിക്കുക. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യാസമയത്തിന് നന്ദിയോടെ സ്തോത്രം. വീണ്ടും നിങ്ങൾക്ക് നല്ലൊരു സന്ധ്യായാമം കാണുക. ആമേൻ വലിയവനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കിയ വൻകൃപകൾക്കായി സ്തോത്രം. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞൊരു പകൽക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി. കഴിഞ്ഞൊരു പകൽ ഞങ്ങളായിരുന്നിടങ്ങളിലെല്ലാം കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ചു. വരാവുന്ന ആപത്തിനർത്ഥമെന്ന് രോഗദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസം സങ്കടങ്ങളും ഒക്കെ ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും ഞങ്ങളുടെ കണ്ണിനെ കണ്ണീരിൽ കാലിനെ വീഴ്ചയിൽ വിടുവിച്ച് സന്ദേഹ ദൈവസന്നിധിയിൽ അങ്ങ് കൂട്ടി വരുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന് ദൈവത്തിന്റെ കരുണയ്ക്ക് നന്ദിയോട് സ്തോത്രം. ആമേ ദൈവസഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേ കടന്നു വന്ന ഞങ്ങളുടെ മക്കൾക്കായി സ്തോത്രം. ആമേ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. സഹോദരിമാർക്കായി സ്തോത്രം. സഹോദരന്മാർക്കായി സ്തോത്രം. ആമേ ഞങ്ങളുടെ ഭവനങ്ങൾക്കായി സ്തോത്രം. ആമേ എല്ലാ കുടുംബങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ധ്യയിൽ ഭാവി പാട്ട് പാടുവാനാ അങ്ങനെ സന്നിധിയിൽ നിൽക്കുന്ന നമ്മുടെ മക്കളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആമേ സഹോദരന്മാരെ ഏൽപ്പിക്കുന്നു. സഹോദരിമാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേ വായിക്കുന്ന നമ്മുടെ മക്കളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആമേ നിയന്ത്രിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഹോളിഡേ പരിസരത്ത് അങ്ങനെ കരങ്ങൾ സമർപ്പിച്ച് ഒരുപാട് രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ വ്യാപരിക്കേണ്ട ദൈവകൃപ ഞങ്ങളുടെ മധ്യ വ്യാപരിക്കേണ്ട. ആത്മാവ് നിറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആമേ വിടുതൽ പ്രാപിപ്പാൻ സ്വർഗ്ഗം സഹായിക്കണമേ. ഇന്ന് സന്ധ്യയിൽ ആരെങ്കിലും വേദനയോടെ കടന്നു വന്നെങ്കിൽ, ഭാരത്തോടെ കടന്നു വന്നെങ്കിൽ, ആമേ രോഗത്തോടെ കടന്നു വന്നെങ്കിൽ, ആമേ ഭാരത്തോടെ കടന്നു വന്നെങ്കിൽ, ആമേ ദൈവിക വിടുതൽ പ്രാപിച്ചുകൊണ്ട്, ആമേ ദൈവിക സ്പർശനം അനുഭവിച്ചുകൊണ്ട്, ആമേ ദൈവത്തിന് എഴുന്നേൽപ്പ സ്വർഗ്ഗം സഹായിക്കണം കർത്താവേ. അടികളെ അതിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നാമമഹത്വം എടുക്കണം. ആദ്യോടൊന്ന് പരിശുദ്ധാത്മാവ് തന്നെ ഭരിച്ചു നടത്തണം. ഈ ദേശത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ബിൽഡിങ്ങിനെ ചുറ്റുപാടുകളെ ഏൽപ്പിക്കുന്നു കർത്താവേ. ആരൊരു തടസ്സവും ആമേ കൂട്ടായ്മയ്ക്കെതിരെ കടന്നു വരുക അങ്ങ് അനുവദിക്കരുത്. അങ്ങനെ കൃപ ആമയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആമേ ജനത്തിന്റെ മേൽ വ്യാപരിക്കണം. ഹോളിനകത്ത് വ്യാപരിക്കണം. അതിന് തടസ്സമായി വിപരീതമായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും സ്വർഗ്ഗത്തിന് ഭൂമിക്ക് അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടികൾ ചേർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രകാരം ചെയ്തിരിക്കുക. അല്പസ്വയം പരിപാലനത്തിലായിരിക്കും കൃപ കൂടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യാസമയത്തിനായി സ്തോത്രം. ദൈവസഭയ്ക്ക് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം ഇങ്ങനെ ഒരു മ്യൂസിക്കൽ നൈറ്റ് നടത്തുവാൻ ഈ സന്ധ്യയ്ക്ക് ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. തുടർന്നുള്ള സമയം മനോഹരമായ പാട്ടുകൾ ദൈവസന്നിധിയിലെ പ്രിയ സഹോദരങ്ങളോട് പാടുമ്പോൾ ആ പാട്ടുകൾ നമ്മൾ ദൈവസന്നിധി കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവസന്നിധിയിൽ ആയിരിക്കുന്നുവെങ്കിൽ ഈ സന്ധ്യയ്ക്ക് നാം കടന്നു വന്നത് നമുക്ക് അനുഗ്രഹവും വിടുതലുമായിരിക്കാൻ സ്വർഗം നമ്മെ സഹായിക്കും. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കണം. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയം ആമേൻ നമ്മൾ അതിനായി ചെലവഴിക്കുകയാണ്. ഇപ്പോൾ ആമേൻ സഭയുടെ സെക്രട്ടറി മുമ്പോട്ട് കടന്നു വന്ന് ആമേൻ പ്രാരംഭമായി ആമേൻ സ്വാഗതം ആമേൻ അറിയിക്കും. അതിനുശേഷം ആമേൻ ഹല്ലേലൂയ മുൻപോട്ട് ആമേൻ പാട്ടുകൾ പാടുവാനായി അതിന് നേതൃത്വം കൊടുക്കുന്ന ആ പ്രിയപ്പെട്ടവർ മുമ്പോട്ട് കടന്നു വന്ന് ദൈവസന്നിധിയിലെ ആ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കർത്താവിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ വൈകിയ സമയം ഇത്രയും പേർക്ക് ഒരുമിച്ച് ഈ ആലയത്തിൽ കൂടിയിരുവാൻ നമ്മെ നിർമ്മിച്ചവനും നമ്മെ ഉണ്ടാക്കിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം സർവ്വത്ര ദൈവം ഒരുക്കി തന്ന നല്ല ഈ അവസരമായ ദൈവത്തിന്റെ സ്തോത്രം. സഭയായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഈ മ്യൂസിക്കൽ നൈറ്റ് ഏറ്റവും അനുഗ്രഹപൂർവ്വമാക്കി തീർക്കാൻ തക്കോണം പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കടന്നു വന്ന എല്ലാ പ്രിയമുള്ളവരെയും ദൈവസഭ അകപ്പേ ചർച്ച് മകഫിന്റെ പേരിൽ ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളും. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുവാൻ തക്കോണം ഇന്ന് നമ്മുടെ സന്നിധിയിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ എല്ലാവരുടെയും പേര് പറയാൻ സമയമില്ല. എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും അകപ്പേ ദിവസങ്ങളുടെ പേരുള്ള സ്വാഗതവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. മനോഹരമായ പാട്ടുകൾ പാടി കർത്താവിനെ
മഹത്വപ്പെടുത്തുവാൻ പോകണം. ഇന്ന് സന്ധ്യയിൽ നമ്മുടെ മനസ്സിലായിരിക്കുന്ന പ്രിയ സഹോദരിമാർ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയമുള്ളവരെയും ഈ കൂട്ടായ്മയിലേക്ക്, ഈ മ്യൂസിക്കൽ നൈറ്റിലേക്ക് ഹാർദവമായി ദൈവസഭ അകത്തെ സർവ്വസംഘത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാത്തിനും ഉപരിയായി ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾ ആഗ്രഹിച്ചതോ നിലച്ചിലോ ചിന്തിച്ചതോ ഒക്കെയും അത്യന്തം പരമായി ചെയ്യുവാൻ തക്കോണം ഞങ്ങളുടെ മേൽ ചെരിഞ്ഞ ദൈവകൃപയുടെ ദാതാവായ കർത്താവായ യേശുക്രിസ്തുവിന് സകലമാനവും മഹത്വവും പുകഴ്ച കൽപ്പിച്ചുകൊണ്ട് വാക്കുകൾ നീക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് ഹാലലിയ പ്രിയ ലിജു മുമ്പോട്ട് കടന്നു വന്ന് ഹാലലി പാട്ടുകൾ ആമേൻ നേതൃത്വം കൊടുക്കും. അതിന് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കും. നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റിവെച്ച് ദൈവത്തെ പാടി ആരാധിക്കാൻ വേണ്ടി കടന്നു ശ്രമിക്കുക. ഹല്ലേലൂയ. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം കർത്താവിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ അല്പനേരം ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കാൻ പോവുകയായി. വചനം ഇങ്ങനെ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഒരുപക്ഷെ മനുഷ്യരുടെ മുഖത്തോട് നോക്കിയാൽ ഞാൻ നിങ്ങളൊക്കെ ലജ്ജിച്ചു പോകും. ദൈവത്തിലേക്ക് നോക്കിയാൽ നമ്മുടെ മുഖം അവൻ വാടാതെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ പാടി ആരാധിപ്പാനും ആ ദൈവസന്നിധി സന്തോഷിപ്പാനും ഞാൻ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവാണ്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അല്പനേരം ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേ ശുഭശിഹ. യേശുവാണ് നമ്മുടെ അടിസ്ഥാനം. അടിസ്ഥാനമില്ലാതെ യാതൊന്നും ചെയ്യുക ഒരുവന്, പ്രത്യേകിച്ച് ദൈവമല്ല, ജീവിതത്തിൽ സാധ്യമല്ല എന്ന് ദൈവത്തിൽ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതെ, നമ്മുടെ ആശ്രയം, നമ്മുടെ അടിസ്ഥാനം യേശു മാത്രമാണ്. ഒരിക്കൽ ഒരാശ്രയവും ഒരടിസ്ഥാനവും ഇല്ലാതെ നമുക്ക് ഒരാശ്രയമായി അടിസ്ഥാനമായി ഇറങ്ങി വന്ന ഒരു ദൈവം, ക്രിസ്തു നമ്മുടെ നാമമാകുന്നു. ആ നാമമാകുന്നു നമ്മുടെ അടിസ്ഥാനം. ആ നമ്മുടെ നാമമാകുന്ന, അടിസ്ഥാനമാകുന്ന, ആശ്രയമാകുന്ന കർത്താവിനെ എന്ന സന്ധ്യയിൽ പാടി മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സ്നേഹത്തോടെ ക്ഷണിക്കാം. പ്രിയ പൈതൽ ജോലി അനുഗ്രഹിക്ക പാട്ട്, അനുഗ്രഹപ്പെട്ട ഈ പാട്ട് പാടി ഒരുമിച്ച് കർത്താവിനെ എന്ന സന്ധ്യയിൽ മഹത്വപ്പെടുത്താൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. യേശുവിൽ കണ്ടേ ഞാൻ
യേശുവിനെ പറ്റി പറയുവാൻ വിശേഷണങ്ങൾ ഒത്തിരിയുണ്ട്. 10,000 സൂര്യനേക്കാളും ശോഭയുള്ളവൻ, അഗ്നിജ്വാലകത്തോടെ കണ്ണുള്ളവൻ. ആ കണ്ണ് ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് സന്ധ്യയിൽ ആ കണ്ണുകളിലേക്ക് നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് ഉയർത്താം. എൻ അഴകാന കണ്ണുകൾ എന്ന മനോഹരമായ ഒരു തമിഴ് ഗാനം തുടർന്ന് നമുക്ക് ശ്രമിക്കാം. ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു സഹോദരി ലിവിയ മാലിസ. വളരെ മനോഹരമായ ഗാനം ആലപിച്ച പ്രിയ സിസ്റ്റർ ദൈവം അനുഗ്രഹിക്കട്ടെ. മനോഹരമായ അനുഗ്രഹീതമായ ഗാനങ്ങൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം കടന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.
കർത്താവിന്റെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം ഇത് വളരെ ആഴമാർന്ന സ്നേഹമാണ്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചവരാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. കർത്താവ് നമ്മളെ ഒരു ആരെയും വ്യത്യാസമില്ലാതെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ആമേൻ. അവന്റെ സ്നേഹം വർണ്ണിക്കുവാൻ നമ്മുടെ നാക്കിന്, ആമേൻ, നമ്മുടെ വാക്കുകൾക്ക് അതൊരിക്കലും കഴിയത്തില്ല. എത്ര സ്തുതിച്ചാലും നമ്മൾ പണ്ടൊക്കെ പാടുക, ദൈവസ്നേഹം വർണ്ണിക്കുവാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാൻ നമ്മുടെ ജീവിതം പോരാ എന്ന് നമ്മൾ ഒത്തിരി പാടിയിട്ടുള്ളതാണ്. ആമേൻ. ഇന്ന് രാത്രി കർത്താവിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന, അവന്റെ ആഴമാർന്ന സ്നേഹത്തെ വർണ്ണിക്കുന്ന മനോഹരമായ ഒരു ഗാനം നമുക്ക് കേൾക്കാം. അതിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ബ്രദർ സാം ജോൺ.
വളരെ മനോഹരമായ ഈ ഗാനം ആലപിച്ച അനുഗ്രഹിക്കട്ടെ. ആദ്യം ഒരു പാട്ട് പാടിയതുപോലെ എന്റെ പ്രിയൻ അവൻ സർവാംഗ സുന്ദരനാണ്, 10,000ങ്ങളിൽ അതിശ്രേഷ്ഠനാണ് നമ്മുടെ കർത്താവ്. ആമേൻ. എത്രവരെ സന്തോഷമുണ്ട്. നമ്മൾ ആരാണ്? കർത്താവിന്റെ മണവാട്ടിയാണ്. അവൻ ഉത്തമീത് മുഴുവൻ അങ്ങനെയാണ് പറയുന്നത്. സഭയും കർത്താവും തമ്മിലുള്ള ബന്ധത്തെയാണ് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു വളരെ മനോഹരമായ ഒരു ഗാനം തുറന്ന് കേൾക്കാം. എന്റെ പ്രിയനവും സർവാംഗ സുന്ദരൻ, അവൻ 10,000 പേരുകളിൽ അതിശ്രേഷ്ഠൻ, അവൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൻ, എന്നും അവനായി പാട്ട്. നമ്മുടെ പാട്ട്, നമ്മുടെ പ്രസംഗം ഒക്കെ കർത്താവിനാണ്. അവന് വേണ്ടി പാടുക, അവനെ നമ്മൾ സ്നേഹിക്കുക. ആ ഒരു സ്നേഹം, ആ ഒരു കർത്താവിനെ ചെയ്യാനുള്ള വാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നില്ല. സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സിസ്റ്റർ ലിഡിയ ബോബി, നമുക്ക് വളരെ മനോഹരമായ ഗാനം ശ്രമിക്കാം. ും
താങ്ക് യു സിസ്റ്റർ ലിഡിയ. വളരെ മനോഹരമായ ആ ഗാനം നമുക്ക് ആലപിച്ചു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മളത് വചനത്തിൽ വായിക്കുന്നു, നമ്മളത് വിശ്വസിക്കുന്നു, നമ്മളത് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. Nothing is impossible for God. അവന്റെ പക്കലെല്ലാം ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ കർത്താവിന്റെ പക്കലുണ്ട്. തുടർന്ന് നമുക്ക് ഒരു ഹിന്ദി ഗാനം നമുക്ക് ശ്രമിക്കാം. प्रकार जिस नाम में है मुक्ति, जिस नाम में है शक्ति, जिस नाम में है शांति, देता वो नाम चंगाई. യേശു तेरा नाम सबसे ऊंचा है. യേശുവിന്റെ നാമം എല്ലാ നാമത്തെക്കാട്ടും വലിയ നാമമാണ്. ആ നാമത്തെ നമുക്ക് ഒരുമിച്ച് ഉയർത്താം, നമുക്ക് ആരാധിക്കാം. നമുക്ക് വളരെ മനോഹരമായ ഒരു ഗാനം ശ്രമിക്കാം. സ്നേഹത്തോടെ ക്ഷണിക്കുന്നു സിസ്റ്റർ ബെനീജ്. സന്തോഷത്തോടെ ആയിരിക്കണം. അവൻ കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ ആഴ്ചക്കാലം ഞാൻ ശാരീരികമായി ഒത്തിരി വേദന അനുഭവിച്ചു. എനിക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ, ശ്വാസം പോലും വലിക്കാൻ കഴിയാതെ ഞാൻ പ്രയാസപ്പെട്ട് ഇന്നിവിടെ വരുമോ, പാട്ട് പാടുമോ എന്നൊന്നും ചിന്തിച്ചതല്ല. അത്രമാത്രം ഞാൻ മരണപ്പെട്ടു എന്ന് വരെ വിചാരിച്ചു. കാരണം അത്രമാത്രം എനിക്ക് ചെസ്റ്റ് പെയിൻ
എനർജറ്റിക് ആയിട്ടൊരു സോങ് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. നമുക്ക് ഒരുമിച്ച് എല്ലാവരും ഇൻവോൾവ് ചെയ്തായിരുന്നു ആ ഗാനം ആസ്വദിച്ചത്. ആൻഡ് പ്രിയ ബിനി പറഞ്ഞതുപോലെ ഞാൻ എടുത്തു പറയട്ടെ, ഷീ സ്റ്റാൻഡിങ് ഹിയർ ഇറ്റ്സെൽഫ് ഈസ് എ ടെസ്റ്റിമോണി. കാരണം ചർച്ച് കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് പ്രിയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വളരെ വീക്കായിരുന്നു. ഇന്ന് വരാൻ പറ്റുമെന്ന് പോലും അവർക്ക് പോലും അറിയത്തില്ല വരാൻ പറ്റുമെന്ന്. ഇന്ന് വരത്തില്ല എന്നും ഒക്കെ പറഞ്ഞു, വന്നാൽ പാടത്തില്ല എന്ന് പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ നടന്നു. ആമേൻ. അതൊരു വലിയ ടെസ്റ്റിമോണിയാണ്. പാടിയതുപോലെ ബിമാരീസെ ഗരീബീസെ ബിമാരി ഇതെല്ലാം കർത്താവ് വിടുവിച്ചു. ആമേൻ. ടെസ്റ്റിമോണി. നമ്മൾ ആരാധിക്കുന്ന കർത്താവ് വലിയവനാണ്. നമ്മുടെ ഏത് ആവശ്യത്തിനും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവ് സൗഖ്യം നൽകുന്നവരാണ്. ആമേൻ. അടുത്ത പാട്ട് ഞാൻ പാടാൻ പോകുന്നത് ഞാൻ തന്നെയാണ്. കർത്താവിന്റെ ക്രൂശ് മരണത്തെ ഓർക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഗാനത്തിന്റെ വരികളാണ്. കാൽവരിക്കുന്നിൽ കർത്താവ് നമ്മൾക്ക് വേണ്ടി ജീവൻ തന്നു. മറ്റാർക്കും തരാൻ കഴിയാത്ത ഒരു കാര്യമാണ് കർത്താവ് നമ്മൾക്ക് വേണ്ടി തന്നത്. സ്വന്തം ജീവൻ നൽകി നമ്മുടെ പാപത്തിൽ നിന്ന് വിടുവിച്ച് നമ്മളെ വീണ്ടെടുത്തതാണ് കർത്താവ്. അവന്റെ സ്നേഹത്തിന് തുല്യം പറയുവാൻ ഈ ഭൂമിയിൽ യാതൊരാൾക്കും കഴിയത്തില്ല. ചില നിമിഷങ്ങൾ ആ ഒരു കാലത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം. പാടുമ്പോൾ ആ കർത്താവിന്റെ സ്നേഹത്തെ, ആ ഒരു അവസാന നിമിഷങ്ങൾ നമുക്ക് ധ്യാനിക്കാൻ ഓർക്കുവാൻ കഴിയുമെങ്കിൽ ഈ പാട്ടുകൊണ്ട്, ഈ വരികൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടന്നു. അല്ലെങ്കിൽ കർത്താവിന്റെ സ്നേഹം, അവൻ നമ്മൾക്ക് വേണ്ടി നൽകിയ പ്രാണനെ വെടിഞ്ഞ് നമ്മളെ വീണ്ടെടുത്ത ആ നിമിഷങ്ങൾ നമുക്ക് ചില നിമിഷങ്ങൾ ഓർക്കാം.
നിങ്ങളും കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ടെങ്കിൽ നമ്മുടെ കർത്താവിന്റെ ഇടം മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് നിങ്ങൾക്കും ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തെ പാടി ആരാധിക്കാൻ പോവുകയാണ്. നമ്മുടെ നാടും വീടും നമ്മുടെ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ വിട്ട് നമ്മൾ ഈ രാജ്യത്ത് അധ്വാനിക്കാൻ വേണ്ടി കടന്നു വന്നതാണ്. ഹല്ലേലൂയ. എങ്കിൽ ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഈ രാജ്യത്ത് പിടിച്ചു നിൽക്കുവാൻ സാധിക്കത്തുള്ളൂ. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജോലി മേഖലയോടനുബന്ധിച്ച് കടന്നു വരുമ്പോഴും നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഓർക്കണം. ആ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. കാത്തു പരിപാലിക്കുന്ന ദൈവത്തെ, ഹല്ലേലൂയ, നമ്മളെ നിറയ്ക്കുന്ന, നമ്മുടെ പാനപാത്രം ഒഴിഞ്ഞു കിടക്കാതെ നമ്മുടെ പാനപാത്രം നിറഞ്ഞ് കവിയുമാറാക്കുന്ന ഒരു ദൈവത്തെ പാടിയാലും എത്ര പേർക്ക് സന്തോഷമുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് അല്പനേരം ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. Hallelujah.
അനുഭവം അത്ഭുതമാണ്. ദൈവം നമ്മളെ ഈ മരുഭൂമിയിൽ ശ്രേഷ്ഠമായി നടത്തിയത് ഓർത്തെടുപ്പോൾ അത്ഭുതമാണെന്നുള്ള ഒരു കാര്യം കൂടി ദൈവത്തെ സ്തുതിച്ചാണ്. അങ്ങനെയുള്ള ദിവസത്തിൽ പെട്ടെന്ന് എഴുന്നേറ്റാണ് നമ്മളൊരു പാട്ടുകൂടെ പാടി അന്യഭാഷ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. യഹോവയ്ക്കായി കാത്തിരിക്കുന്ന മനുഷ്യൻ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ദൈവം ഇടയാക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ വേറെ ഒരു സഭയിലും ആരാധനയ്ക്ക് കടന്നു പോകുന്നില്ലെങ്കിൽ ഈ സഭയിൽ വന്ന് ദൈവത്തെ ആരാധിക്കണം. ഇവിടുത്തെ ആരാധന എല്ലാ വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ കടന്നു വരുന്നത് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിന് കാരണമാണ് കേട്ടോ. ഈ ദൈവത്തെ കണ്ടുമുട്ടിയത് കൊണ്ടാണ് കേരളത്തിന്റെ പല ഭാഗത്തിൽ കിടക്കുന്ന നമ്മൾ ഈ രാജ്യത്ത് ഒരുമിച്ച് ഈ ദൈവത്തെ കണ്ടുമുട്ടിയത് കൊണ്ടാണ് ഈ രാജ്യത്ത് ഒരുമിച്ച് നമ്മുടെ ദൈവത്തെ പാടി ആരാധിക്കുന്നത്. നമുക്ക് ആർക്കും ചിലർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുണ്ട്, എന്നാൽ നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ലാത്തവരാണ്. ഈ ദൈവത്തെ കണ്ടുമുട്ടിയതിന്റെ പേരില്ല നമ്മൾ ഒരുമിച്ച് ഇവിടെ ആരാധിക്കുന്നത്. അങ്ങനെയുണ്ട് നമുക്ക് അല്പം നേരത്തെ സന്തോഷിച്ച് കരങ്ങളടിച്ച് നമുക്ക് അന്യഭാഷ ദൈവത്തെ പാടി ഒരുമിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. വിലയില്ലാതെ കിടന്ന നമ്മളെ വിലയുള്ളവനാക്കിയ ഒരു അരക്കാശിന് വകയില്ലാത്ത നമ്മളെ വിലയുള്ളവനാക്കിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ആരാധിക്കുന്നവർക്ക് വിടുതലുണ്ട് കേട്ടോ. ആരാധനയെങ്കിൽ വിടുതലുണ്ട്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ആരാധിച്ചില്ലെങ്കിൽ പിന്നെ എവിടെ പോയി ആരാധിക്കാനാ? നാളെ ഒരു പക്ഷേ ഈ സാഹചര്യമോ സന്ദർഭങ്ങളോ ഒന്നും നമ്മുടെ മുമ്പിൽ കാണത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവം തന്ന നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചോണം. ഹല്ലേലൂയ. നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ നമ്മുടെ പഠിപ്പ് കൊണ്ടോ നമ്മുടെ കുടുംബ മാഹാത്മ്യം കൊണ്ടോ അല്ല ഇവിടെ എത്തിയത്. ഈ ദൈവത്തെ കണ്ടുമുട്ടിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന സന്തോഷം മുതലിൽ കാശിന് വിലയുള്ള ആക്കിയ ദൈവത്തിന്റെ സ്നേഹം. കർത്താവിനെ ക്രൂശിൽ തറച്ചു പലരും വിചാരിച്ചു ആ കല്ലറകൊണ്ട് നമ്മുടെ കർത്താവ് ഒടുങ്ങുമെന്ന്. എന്നാൽ അവരുടെ കണക്കൂട്ടലിലൊക്കെ തെറ്റി കല്ലറകളെ ഭേദിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മകൾക്കും അനുഗ്രഹത്തില്ല. കർത്താവേ രൂപം
അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യാസമയം ദൈവസന്നിധിയിൽ കടന്നു വന്ന മനോഹരമായ ഗാനങ്ങൾക്ക് ആമേൻ പാടുവാൻ, ആ പാട്ടുകൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം ഈ സന്ധ്യയ്ക്ക് നമ്മെ ഇടയാക്കിയ ദൈവത്തിന്റെ കരുണയോർത്ത്, ദൈവത്തിന്റെ കൃപയോർത്ത് ദൈവത്തിന്റെ മഹത്വം കരയേറ്റുന്ന സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആമേൻ പാടുവാൻ പ്രിയ സഹോദരങ്ങളെ ദൈവം ബലപ്പെടുത്തി ഓർത്ത് ദൈവത്തിന് സ്തോത്രം. കടന്നു വന്ന ദൈവമക്കൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ ഈ സന്ധ്യയിൽ ദൈവം ആമേൻ ഇടയാക്കിയ ദൈവത്തിന്റെ കരുണയ്ക്കായി, കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ അനുഭവം വ്യക്തമായി ആ പാട്ടിലൂടെ നമ്മൾ പാടി. നമ്മുടെ കർത്താവ് കടന്നുപോയ അവസ്ഥ നമുക്ക് വേണ്ടി, നമ്മെ തിരഞ്ഞെടുക്കുവാനായി ഈ സന്ധ്യയിൽ ആമേൻ ഈ ഹോളിൽ കടന്നു വന്ന് ആമേൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായത് നമ്മുടെ കഴിവോ മിടുക്കോ സാമർഥ്യമോ ഒന്നുമല്ല, ദൈവത്തിന്റെ കരുണ ഒന്ന് മാത്രമാണ്. ഹല്ലേലൂയ. നാം പിണ്ഡാകാരമാകുന്നതിന് മുമ്പേ നമ്മെ കണ്ട ദൈവം, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മെ താങ്ങിയ നമ്മുടെ കർത്താവ്, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവന്ന ദൈവം. സന്തോഷമുള്ള ദൈവമക്കളെ, അതിനുശേഷമേ എല്ലാവരും കണ്ടുള്ളൂ. അതിനു മുമ്പേ എന്നെ നിങ്ങളെ കണ്ട ദൈവം ഇന്ന് രാത്രി കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ആ സന്തോഷമുള്ള ദൈവമക്കൾ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ ദൈവസ്ഥലായിരിക്കുന്നുവെങ്കിൽ ഈ സന്ധ്യയിൽ വിടുതൽ പ്രാപിപ്പാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കും. അവൻ വളരെ സന്തോഷത്തോടെ ഞാൻ ഈ സന്ധ്യയിലായിരിക്കും. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരുപാട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ടായി അവരോട് ചെയ്ത ദൈവം. പ്രിയ ബിനി സിസ്റ്റർ കഴിഞ്ഞ ആഴ്ചയിൽ ആരാധന കഴിഞ്ഞ് ഇവിടുന്ന് പോയി. ഞാൻ ജോലിയുള്ള ബന്ധത്തിൽ സൗദിയിലായിരുന്നു. എനിക്ക് ലിഡിയ സിസ്റ്റർ ഒരു മെസ്സേജ് വന്നു, ബിനി സിസ്റ്റർക്ക് തീരെ സുഖമില്ല, പാസ്റ്ററെ പ്രാർത്ഥിക്കണം. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആമേൻ ജോലി സ്ഥലത്ത് താൻ തലകറങ്ങി വീഴുവാനിടയായി. ഒരു ദൈവദാസൻ എന്ന നിലയിൽ കേൾക്കുമ്പോൾ എത്രമാത്രം ഭാരമുണ്ടെന്ന് ദൈവത്തിന്റെ സ്ഥലത്തിലായിരിക്കുന്ന ദൈവമക്കളെ ദൈവത്തിന് മാത്രമേ അതറിയത്തുള്ളൂ. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാ, ദൈവമേ സഭയൊന്നും വെക്കണം. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. കുറെ നാളുകൾക്ക് മുമ്പേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പ്രഭാതത്തിൽ ഞാൻ നാട്ടിലായിരുന്നപ്പോൾ എനിക്ക് ഒരു മെസ്സേജ് വന്നു, പാസ്റ്ററെ നിങ്ങൾ മരിക്കാൻ പോകുന്നു, ഓർത്ത് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞാൻ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. ഞാൻ ആ മെസ്സേജ് കേട്ടിട്ട് എനിക്ക് ഉടനെ കോൾ വന്നു. ആമേൻ. വലിയ തീപിടുത്തമുണ്ടായി, അനേകർ മരണപ്പെട്ടു, ഞാനും മരിക്കാൻ പോകുന്നു എന്ന് ഈ സഭയിലെ ഒരു ആമേൻ വിശ്വാസി എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ആ കട്ടിലിന്റെ മൂലയിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ സഭയൊന്ന് ഓർക്കണേ, സഭയൊന്ന് ഓർക്കണേ, ദൈവസഭയൊന്ന് ഓർക്കണേ. ഇന്ന് സന്ധ്യയിൽ നാം വ്യത്യസ്ത നിലകളിൽ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നും ആമേൻ നാം കടന്നു വന്നിരിക്കുന്നവരാ. എന്നാൽ ദൈവത്തിന് ഓർക്കാൻ ആമേൻ ദൈവത്തിന്റെ സഭയേ ഉള്ളൂ. ആ സഭയിൽ നാം അംഗമായിരിക്കുന്നുവെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആമേൻ വിശുദ്ധിയിലും വേർപാടിൽ ദൈവത്തെ ആരാധിച്ച് ആത്മാവിലും സത്യത്തിലും ദൈവസന്നിധി നിൽക്കുന്നുവെങ്കിൽ ദൈവം തന്റെ സഭയെ ഓർത്ത് അവൻ തന്റെ ജനത്തെ വിടുവിക്കുന്ന ദൈവമെന്ന് ഇന്ന് സന്ധ്യയിലും ആ അനുഭവത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക സ്വർഗ്ഗമിടയാക്കുന്ന വൻകൃപയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഇന്ന് ദൈവം നമ്മെ സഹായിക്കട്ടെ. വിടുതൽ തന്ന ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാൽ ദൈവമക്കളെ എല്ലാവർക്കും ആമേൻ കടന്നു വന്ന് ആമേൻ പ്രിയ ദൈവമക്കളെ ഒരുമിച്ച് പാടി വളരെ സന്തോഷമാണ്. ആമേൻ പ്രിയ കുഞ്ഞുങ്ങളെ ആമേൻ മനോഹരമായി അവർക്ക് കൊടുത്ത താലന്തുകളെ ദൈവസ്ഥലിൽ ഉപയോഗിക്കുവാൻ ദൈവം ആമേൻ എടുത്ത് ഉപയോഗിക്കുന്ന ഓർത്ത് സ്തോത്രം. ക്രിസ്റ്റോ, ജോഷുവ, പ്രിയ അജി ബ്രദറെ ആമേൻ അജുബ്രദറൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക. സ്തോത്രം. ആമേൻ ദൈവത്തെ മഹത്വപ്പെടുന്നു. സ്തോത്രം. ദൈവമക്കൾ ഇതൊന്നും ആമേൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നുമല്ല. സ്വർഗം പ്ലാൻ ചെയ്തു,
ഇന്ന് സന്ധ്യയിൽ അത് നടന്നു. ദൈവനാമം മഹത്വം എടുക്കട്ടെ. സ്തോത്രം. ആദ്യം നന്ദിയോടെ സ്തോത്രം. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ സഹോദരന്മാർക്കൊക്കെ ആമേൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനെന്ന കൃപയോർത്തു നൽകുന്ന അവസരം തക്കത്തിൽ ഉപയോഗിച്ചോണം. ദൈവം തരുന്ന താലന്തുകൾ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിന്ന് ദൈവനാമോഹത്തിനായി ഉപയോഗിക്കണം. ഇല്ല എങ്കിൽ അത് പാപമാണ്. ഇല്ല എങ്കിൽ അത് ദൈവത്തിന് ദുഃഖമാണ്. കർത്താവ് തന്നിരിക്കുന്ന താലന്തുകൾ ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കണം. സന്തോഷമുണ്ടോ ദൈവമക്കളെ? എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം. ആമേൻ. ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ദൈവിക കൃപ പ്രാപിച്ചുകൊണ്ട് ഇന്ന് രാത്രി മടങ്ങി പോകുവാൻ ആമേൻ നാം കടന്നു വന്നു. ശരിയാ പാട്ടുകൾ കേട്ട് ആമേൻ സന്തോഷത്തോടെ ഇരുന്നു. സ്തോത്രം. ആമേൻ. ദൈവത്തിന് മഹത്വം കൊടുത്തു. ആരാധന ദൈവത്തിന് അർപ്പിക്കുന്നത്, ആരാധന ദൈവത്തിന് കൊടുക്കുന്നത്, ആമേൻ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക. ഇനി ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുണ്ട്. ചുരുങ്ങിയ നിമിഷം ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിപ്പാനുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോട് സംസാരിപ്പാനുണ്ട്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയോടെ ഇന്ന് സന്ധ്യയിലായിരിക്കുന്നുവെങ്കിൽ ആമേൻ തുടർന്നുള്ള സമയം ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും. നമ്മളോട് ദൈവാത്മാവ് ഇടപെടുമ്പോൾ കേൾക്കുന്ന വചനം നമ്മൾ ഏറ്റെടുത്ത് ദൈവസ്ഥല അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് വിടുതൽ പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ദൈവാത്മാവ് തന്ന ഒരു ചിന്ത ആമേൻ ദൈവസ്ഥലിൽ ആമേൻ ചിന്തിച്ച് ആമേൻ അല്പസമയം നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായി ആമേൻ 2 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യയ്ക്കായി സ്തോത്രം. അടിയങ്ങൾക്ക് അങ്ങയെ പാടി സ്തുതിപ്പാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ സന്ധ്യയിൽ അങ്ങ് തന്ന തിരുവചനത്തിനായി സ്തോത്രം. അങ്ങയുടെ ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ തിരുവചനം അതേ ആത്മാവിൽ സംസാരിപ്പാൻ എനിക്ക് കൃപ നൽകണം. അങ്ങയുടെ ജനത്തോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണം. ഈ വചനത്തിലൂടെ അങ്ങയുടെ ആത്മാവ് സംസാരിക്കണം. ഈ വചനത്തിലൂടെ വിടുതൽ ഞങ്ങളുടെ മധ്യ അയക്കണം. അങ്ങ് അപ്രകാരം ചെയ്തിരിക്കുക. സ്തോത്രം. അങ്ങയുടെ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. കൃപ കൂടെ ഇരിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമുക്ക് വളരെ സുപരിതമായിട്ടുള്ള വാക്യമാണ്. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം പ്രവാചകന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ ദാവീദിന്റെ വ്യക്തമായ അനുഭവങ്ങൾ അവിടെ എടുത്തു കാണിക്കുവാൻ ഇടയായിത്തീരുന്നു. ഇസ്രായേലിന്റെ രാജാവായി വാഴിക്കപ്പെട്ട ദാവീദ്, അതിനു മുമ്പ് ശൗലായിരുന്നു ഇസ്രായേലിന്റെ രാജാവ്. ഇവരെ വാഴിക്കുവാനായി ദൈവം നിയോഗിച്ച വ്യക്തിയാണ് ശമൂവേൽ പ്രവാചകൻ. സ്തോത്രം. പ്രാർത്ഥിച്ച് കിട്ടിയതാണ്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആമേൻ. പ്രാർത്ഥന കേട്ട് ആമേൻ. ഹല്ലേലൂയ. ഹന്ന ദൈവസന്നി പ്രാർത്ഥിച്ചു. സ്തോത്രം. ആമേൻ. കുഞ്ഞുങ്ങൾ ലഭിക്കത്തില്ല എന്ന് ആമേൻ ഹന്നയെ നോക്കിക്കൊണ്ട് ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ കളിയാക്കിയവരുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞ ഹന്നയ്ക്ക് ആമേൻ ദൈവം ഉത്തരമരുളി. അങ്ങനെ ശമൂവേൽ ബാലനെ ദൈവം നൽകി. ആമേൻ. ദൈവത്തിന്റെ പദ്ധതിക്കായി ദൈവം ശമൂവേലിനെ എഴുന്നേൽപ്പിച്ച് ആമേൻ ഇസ്രായേലിന്റെ രാജാക്കന്മാരെ വാഴിക്കുവാനായി ദൈവം നിർത്തി. ആമേൻ. ശമൂവേൽ പ്രവാചകനിലൂടെ ഇസ്രായേലിന്റെ രാജ്യം ഭരിക്കുവാനായി രാജാക്കന്മാരെ തിരഞ്ഞെടുത്തു. ശൗലിന് ശേഷം ദാവീദിനെ രാജാവായി വാഴിച്ചു. സ്തോത്രം. ശൗൽ ദൈവസന്നിധിയിൽ നിന്നു അഭിഷേകം ഉള്ളവനായിരുന്നു. എന്നാൽ അനുസരണക്കേട് കാണിച്ച നിമിത്തം ദൈവം തന്റെ മേലുള്ള അഭിഷേകത്തെ തിരിച്ചെടുത്തു. സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് അത് ചെയ്യുവാൻ കഴിയും. എന്നാൽ അതിനുശേഷം ജനത്തിനൊരു രാജാവ് ആവശ്യമായിരുന്നു. ആ രാജാവിനെ ദൈവം മുന്നമേ കണ്ടു. ദൈവം മുന്നമേ തെരഞ്ഞെടുത്തു. ഇശായിയുടെ ഭവനത്തിൽ നിന്ന് അനേകര് സ്തോത്രം ഉണ്ടായിരുന്നു. തന്റെ സഹോദരന്മാരുണ്ടായിരുന്നു. എന്നാൽ അവരെക്കാൾ എല്ലാരെക്കാളും മോശം ഭാവമുള്ളവനായിരുന്നു ദാവീദ്. ശക്തി കൊണ്ട് ബലം കൊണ്ട് ദാവീദ് വളരെ ക്ഷീണിതനായിരുന്നു. എന്നാൽ ദൈവം അവനെ കണ്ട് ദൈവം അവനെ തിരഞ്ഞെടുത്തു. തന്റെ അഭിഷേകം
ആമേൻ ദാവീദിന്റെ മേൽ പകർന്നു. ഇന്ന് രാത്രി ദൈവമക്കളെ, ആ അഭിഷേകം പ്രാപിച്ച ദാവീദ് മേൽക്കുമേൽ ബലം പ്രാപിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ഈ സന്ധ്യയിൽ വചനത്തിലൂടെ കടന്നു വന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് പറയാനുള്ള ഒരു കാര്യം, ആ ദൈവത്തിന്റെ അഭിഷേകം ആരുടെ മേലുണ്ടോ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ആരുടെ മേലുണ്ടോ, അവർ മേൽക്കുമേൽ ബലം പ്രാപിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അവന് ബലം നഷ്ടപ്പെട്ടു പോയി എന്ന് പലപ്പോഴും വിചാരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് അവൻ നിന്റെ മൺകൂടാരത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, അവൻ നീ ബലം പ്രാപിച്ച് ബലത്തോട് ദൈവത്തിന് നിൽക്കുക ഇടയായി തീരുമെന്ന് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ വ്യക്തമായി പറയുക. ആരെങ്കിലും ഇന്ന് രാത്രി ബലം നഷ്ടപ്പെട്ടവരായി, എനിക്ക് ബലമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നുവെങ്കിൽ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു ബലവുമില്ലായിരുന്ന ദാവീദിന് അവൻ ദൈവത്തിന്റെ അഭിഷേകം അവൻ ദാവീദിന്റെ മേൽ പകർന്നപ്പോ അവൻ മേൽക്കുമേൽ ബലം പ്രാപിച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ അവൻ വചനം പറയുന്നു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചുകൊണ്ട് നീ ദൈവസന്നിധിയിൽ നിന്നാൽ സന്തോഷമുണ്ടോ? അവൻ അഭിഷേകത്തോടെ നിന്നാൽ മേൽക്കുമേൽ ബലം പ്രാപിച്ചു തന്നെ നിൽക്കും. അവൻ ദാവീദിനെതിരെ കടന്നു വന്ന ചെറിയ ശത്രുക്കളൊന്നുമല്ല, അനവധി ശത്രുക്കൾ ദാവീദിനെതിരെ എഴുന്നേറ്റു. ആമേൻ. ഇവിടെ രാജാവ് 30-ാം വയസ്സിൽ ദാവീദ് രാജാവായി വാഴുവാൻ തുടങ്ങി. ആമേൻ. ആ വാഴ്ചയുടെ ആരംഭം മുതൽ തന്നെ അനവധി ശത്രുക്കൾ എഴുന്നേറ്റു. അധ്യായം പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായി പറയുന്നു, ആമേൻ, ശത്രു പറയുക, ആമേൻ, ഇവനെതിരെ ആമേൻ ചില കുരുടരെയും ചെകിടരെയും ഒക്കെ വിട്ടാ മതി എന്ന അവര് വിചാരിച്ചത് അവർക്കറിയത്തില്ലല്ലോ. ആമേൻ, ദാവീദിന്റെ കൂടെയുള്ളവൻ ആരെന്ന് ശത്രുവിന് അറിയത്തില്ല. ഇന്ന് രാത്രി സ്വാമി ഹോളിൽ കടന്നു വന്ന ദൈവവൈദ്യരെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ആത്മാവിൽ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ അവൻ നിനക്കെതിരെ നിൽക്കുന്ന ശത്രുവിന് അറിയത്തില്ല നീ ആരാണ്, അവൻ എന്നിലുള്ള ബലം എന്താണെന്ന് ശത്രുവിന് അറിയത്തില്ല. സ്വർഗം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, അവൻ ഈ ബലം നഷ്ടപ്പെട്ടവനാൽ നിൽക്കാനുള്ളവനല്ല. അവൻ മേൽക്കുമേൽ ബലം പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക. ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിന്റെ മക്കളെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ അനുഭവത്തിലേക്ക് കടന്നു വന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, മേൽക്കുമേൽ ബലം പ്രാപിപ്പാനിട. കാരണം എന്താ? ദൈവം അവനോടുകൂടെ ഉണ്ടായി. ദാവീദിനോടുകൂടെ ദൈവം ഇരിക്കാനുള്ള കാരണം, ദാവീദ് ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് അനുസരിച്ച് ദൈവസന്നിധിയിൽ നിൽക്കും. ആമേൻ. മുൻപോട്ട് ഒരു സ്റ്റെപ്പ് വെക്കുമ്പോ ദാവീദ് ദൈവത്തോട് ചോദിക്കും, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നാം രക്ഷിക്കപ്പെട്ടവരാകാ, അവൻ സ്നാനപ്പെട്ടവരാകാ, ദൈവസഭയിൽ കടന്നുപോയി ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കാം. അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവസന്നിധിയിൽ നിന്ന ഇന്ന് രാത്രി ദൈവത്തോടൊപ്പം നിന്ന ദൈവം നമ്മോട് കൂടെ ഇരിക്കും. ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും, ആരും നമ്മെ സഹായിപ്പാനില്ലെങ്കിലും, കർത്താവിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ മേൽക്കുമേൽ പ്രബലനായിക്കൊണ്ടിരിക്കും. ഞാൻ മേൽക്കുമേൽ ബലം പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുവാനിടയാകും. സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും. കൂടെ നിന്ന കാര്യം നടക്കത്തില്ല. വിശ്വാസി കൂടെ നടന്നാൽ കാര്യം നടക്കത്തില്ല. ചിലർക്ക് വിഷമോ, ആരെങ്കിലും ഒന്ന് മാറിപ്പോയാ ഭയങ്കര വിഷമോ. ചിലര് ദൈവസന്നിധിയിൽ മാറിപ്പോകാറുണ്ട്, ചിലര് ദൈവസന്നിധിയിൽ വിട്ടുപോകാറുണ്ട്. അവൻ എന്നോട് മിണ്ടിയില്ല, അവനെ ഒന്ന് നോക്കിയില്ല, അവൻ എന്റെ വേദനയിലൊന്നും എന്നോടൊന്ന് വിളിച്ച് ചോദിച്ചില്ല. ഇങ്ങനെ ഒരുപാട് കംപ്ലൈന്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ? ഇന്ന് രാത്രി വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഒന്നേ പറയുന്നുള്ളൂ, ആരെല്ലാം എന്റെ കൂടെ ഇല്ലെങ്കിലും, ആരെല്ലാം എന്നെ നോക്കിയില്ലെങ്കിലും, എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ, എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ മേൽക്കുമേൽ പ്രബലനായിക്കൊണ്ട് തന്നെ ഇരിക്കും. അവരാരെല്ലാം എനിക്കെതിരെ എഴുന്നേറ്റാലും, അവരെത്ര ശത്രു എനിക്കെതിരെ യുദ്ധം ചെയ്യുക എഴുന്നേറ്റാലും, എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ ദൈവത്തോട് ചോദിച്ചു. ദാവീദ് ചെയ്തതാ.
ഫെലിസ്ത്യർ എഴുന്നേറ്റു. ഫെലിസ്ത്യർ ദാവീദിനെതിരെ എഴുന്നേറ്റു. ദാവീദ് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം? അവസാന ഭാഗങ്ങളുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? നീ ഇന്നതുപോലെ ചെയ്യ് എന്ന് ദൈവം പറഞ്ഞത് അനുസരിച്ചു. ഇന്ന് രാത്രിയിൽ കടന്നു വന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവ്, നീ ദൈവത്തോട് പറയുന്നുണ്ടോ? നീ ദൈവത്തോട് ചോദിക്കുന്നുണ്ടോ? എന്റെ വേദനയുടെ നടുവിൽ, എന്റെ ഭാരത്തിന്റെ നടുവിൽ മനുഷ്യനിൽ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിച്ചിട്ട് ദൈവത്തോട് പറ, എന്റെ ദൈവമേ, എന്റെ സങ്കടം ഇന്നതാ, എന്റെ വിഷമം ഇന്നതാ, എന്റെ ഭാരം ഇന്നതാ, ഞാൻ എന്തു ചെയ്യണമെന്ന് ദൈവത്തോടൊന്ന് ചോദിച്ചാൽ നിനക്ക് ഉത്തരം അരുളുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മെ ബലപ്പെടുത്തും. ദൈവത്തോട് ചോദിക്കുവാനുള്ള പ്രാഗൽഭ്യം ഇന്ന് രാത്രി ഉണ്ടോ? അവിടെ ആവശ്യം. അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അപ്പൊ ചോദിക്കണമെങ്കിൽ അവൻ അപ്പനായിരിക്കണം, മക്കളായിരിക്കണം, അവകാശികളായിരിക്കണം. അവൻ മക്കളും അവകാശികളുമായിരിക്കുന്നവർ ദൈവത്തോട് ചോദിക്കുമ്പോ ആ ചോദ്യം കേട്ട് മിണ്ടാതിരിക്കുന്ന ദൈവമല്ല നാം ആരാധിക്കുന്ന ദൈവം. ആ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. സ്വത്രം. അപ്പൊ ദൈവത്തോട് ചോദിക്കണം, ദൈവം പറയുന്നതനുസരിക്കണം, പിന്നെ ദൈവം അനുകൂലമായിരിക്കണം. ദൈവം എന്റെ കൂടെ ഉണ്ടായിരിക്കണമെങ്കിൽ ദൈവം എനിക്ക് സന്തോഷമുള്ള ദൈവം, കർത്താവ് എനിക്ക് അനുകൂലമായിരിക്കണം. സന്തോഷമുള്ള ദൈവമക്കളെ, രാത്രി എത്ര പേർക്ക് വിശ്വാസത്തോടെ ധൈര്യത്തോടെ പറയാൻ പറ്റും, എന്റെ കർത്താവ് എനിക്ക് അനുകൂലമാ, എന്റെ കർത്താവ് എനിക്ക് അനുകൂലമാ. കാരണം ദൈവത്തിന്റെ വാക്ക് കേട്ട്, ദൈവത്തെ അനുസരിച്ചുകൊണ്ട്, ദൈവത്തോട് ചോദിച്ചുകൊണ്ട്, ദൈവത്തോട് സംസാരിച്ചുകൊണ്ട്, ദൈവം പറയുന്നത് കേട്ട് അനുസരിച്ചു നിൽക്കുന്നവന് ആരനുകൂലമാ? ദൈവം അനുകൂലമാ. സ്വതം. ദൈവം അനുകൂലമെങ്കിൽ റോമാലേഖനം 8:31 വ്യക്തമായി പറയുന്നു, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ദൈവം അനുകൂലമായിരിക്കണമെങ്കിൽ ദൈവം പറയുന്നത് കേൾക്കണം, ദൈവം പറയുന്നത് അനുസരിക്കണം, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കണം. ഇത് ദൈവത്തിന്റെ കൽപ്പനകൾ അടങ്ങിയ തിരുവചനമാ. ഇത് അനുസരിക്കാത്തവനോട് ദൈവം അനുകൂലമല്ല, ദൈവം പ്രതികൂലമാ. ദൈവത്തിന്റെ വചനം കേട്ടിട്ട് ആ വചനത്തെ മറത്തു നിൽക്കുന്നവൻ അവൻ ദൈവത്തിന് അനുകൂലമായി നിൽക്കാൻ കഴിയത്തില്ല. ദൈവം ആർക്ക് അനുകൂലം? ദൈവത്തിന്റെ വചനം കേട്ടിട്ട് ആ വചനം അനുസരിച്ച് ദൈവത്തോടൊപ്പം നിൽക്കുന്നവന് ദൈവം അനുകൂലമാണ്. അങ്ങനെയുള്ളവരോടുകൂടി ആരുണ്ട്? കർത്താവുണ്ട്. അവർ മേൽക്കുമേൽ പ്രബലരായിക്കൊണ്ടിരിക്കും. ദാവീദ് ബലം പ്രാപിച്ചു ദൈവസന്നിധി നിന്നതുപോലെ ഈ നാളുകളിൽ ആത്മീയ ബലം പ്രാപിച്ചുകൊണ്ട് കാലം അതിന്റെ അന്ത്യത്തോളം എത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവടുത്തിരിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിന്റെ ബലത്തോടെ ദൈവസന്നിധി നിൽക്കണം. അതാ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവൻ സ്വർഗം വിളിച്ചു പറയുന്നത് ആത്മീയ ബലത്തോടെ ദൈവസന്നിധി നിൽക്കണം. ആരും കൂടെ ഇല്ലെങ്കിലും സ്വത്രം ഇനി ആരും കാണത്തില്ല. നേരത്തെയൊക്കെ നമുക്ക് പറയാറുണ്ട്, എന്റെ അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഇപ്പൊ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റുമോ? എന്റെ മക്കൾക്ക് പറയാനൊക്കത്തില്ല. കാരണം പ്രാർത്ഥിക്കാൻ ആളില്ല. സ്വത്രം. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ ദൈവമേ? കാരണം മുമ്പോട്ട് ഇനി ആരുമില്ല. മുമ്പോട്ട് കർത്താവേ ഉള്ളൂ. നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാ. വഴിയിൽ ഇട്ടേച്ചു പോകുന്നവനല്ല, നമ്മെ തള്ളിക്കളയുന്നവനല്ല നമ്മുടെ യേശു. നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെയും ആത്മീയ ബലത്തോടെ പ്രാപിച്ച കൃപയ്ക്കൊത്തമുണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് അതിനെ നഷ്ടപ്പെടുത്താതെ, നഷ്ടപ്പെടുത്തിയ ശൗലിന്റെ അവസ്ഥ വചനത്തിൽ വ്യക്തമായി പറയുന്നു. ദാവീദ് ദൈവത്തെ അനുസരിച്ചു, ദാവീദ് ദൈവത്തിന്റെ വചനം അനുസരിച്ചു, ദാവീദ് ദൈവത്തോട് ചോദിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 52-ാമത്തെ വാക്യം എന്താണ്? യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ലൂക്ക് ചാപ്റ്റർ 2:52 ഒന്ന് വായിച്ച്, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. കണ്ടോ? സ്വത്രം. അപ്പോൾ
ആമേൻ. ദൈവം നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ ദൈവിക ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് ദൈവ കൃപയിൽ നാം വളർന്നു വരണം. എങ്കിൽ മാത്രമേ നാം പ്രബലരായി നിൽക്കാൻ കഴിയത്തുള്ളൂ, ബലത്തോടെ നിൽക്കാൻ കഴിയത്തുള്ളൂ. സന്തോഷമുണ്ടോ? ദൈവം അനുകൂലമാണെങ്കിൽ ആമേൻ നമുക്ക് ദൈവിക ജ്ഞാനം ദൈവം നമുക്ക് നൽകും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ദൈവിക ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നവൻ അവൻ ദൈവത്തോടൊപ്പമായിരിക്കും. അവനോടൊപ്പം ദൈവം കാണും. അവന്റെ ആശ്രയം ദൈവമായിരിക്കും. അവൻ മനുഷ്യരിൽ ആശ്രയിക്കാൻ പോകത്തില്ല. ഒരു വേദന വരുമ്പോ, ഒരു സങ്കടം വരുമ്പോ ആരെയും വിളിക്കാൻ പോകത്തില്ല. ഇരിക്കുന്ന ഇരിപ്പിടകൾ അല്ലെങ്കിൽ നിൽക്കുന്ന നെൽപ്പിടത്തിരുന്നു കൊണ്ട് എന്റെ ദൈവമേ എന്നെ കൈവിടരുത്, എന്നെ ഉപേക്ഷിക്കരുതെന്ന് ഒന്ന് നിലവിളിച്ചാൽ ആ നിലവിളിക്ക് ഉത്തരമരുളുന്ന ദൈവം. വചനത്തിന്റെ ജ്ഞാനത്തിൽ വളരണം. ദൈവിക ജ്ഞാനം മാനുഷിക ജ്ഞാനമല്ല, ദൈവിക ജ്ഞാനം. ജ്ഞാനിയിൽ ജ്ഞാനിയായിരുന്ന ശലോമോൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ അങ്ങയുടെ ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കും. ഇന്ന് രാത്രി ദൈവത്തിലെ ദൈവത്തിന്റെ ജ്ഞാനം നിന്നെ നിറയ്ക്കുന്നുവെങ്കിൽ നീ മേൽക്കുമേൽ പ്രബലനാകുവാൻ, ബലം പ്രാപിപ്പാൻ, ബലത്തോടെ നിൽപ്പാൻ, ജീവിതത്തിന്റെ അന്ത്യം വരെയും ബലത്തോടെ, ആത്മീയ ബലത്തോടെ ദൈവത്തിന് നിൽക്കുവാൻ ഇടയായിത്തീരും. കൃപ നഷ്ടപ്പെട്ടു പോകരുത്. കൃപയിൽ വളർന്നു വരാനാ നമ്മുടെ ജീവിതത്തിൽ ഇടയാകേണ്ടത്. പലരും പറയും കൃപ പ്രാപിച്ചു, പക്ഷേ പലരും കൃപയിൽ വീണു. കൃപ നഷ്ടപ്പെടുത്തി. അങ്ങനെ പോകാനല്ല, കൃപയിൽ വളരണം. ആമേൻ. നാം വളർന്നു എന്ന് പറയരുത്, വളർന്നുകൊണ്ടേയിരിക്കണം. ഞാൻ എല്ലാമായെന്ന് ചിന്തിക്കരുത്, ഞാൻ ഒന്നുമായിട്ടില്ല ദൈവമേ. അങ്ങയുടെ കൃപ കൊണ്ട് എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ ജ്ഞാനം കൊണ്ട് ഞാൻ നിറയപ്പെട്ട, അങ്ങയുടെ കൃപ എന്റെ മേൽ പകർന്ന ഞാൻ മേൽക്കുമേൽ പ്രബലനാകും. രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു? ആമേൻ. എനിക്ക് പ്രബലനാകണം, എനിക്ക് ദൈവസന്നിധി ബലം പ്രാപിക്കണം, ബലത്തോടെ ദൈവസന്നിധി നിൽക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? ഇതിന്റെ അനുഭവം സ്വത്രം. രാജാവ് ദാവീദ് ആമേൻ സ്വത്രം നീതിയോടെ ദൈവസന്നിധി നിന്നു, നീതിയോടെ രാജ്യം ഭരിച്ചു, നല്ല അന്ത്യം പ്രാപിച്ചു. സന്തോഷമുണ്ട്. വചനം എടുക്കേണ്ടതുണ്ട്. സമയം ചെറുപ്പം കൊണ്ട് ഞാൻ നിർത്തുക. ദൈവമക്കളെ, രാജാവിന്റെ ദാവീദിന്റെ രാജസ്ഥാനം അത് ദൈവം ഉറപ്പിച്ചു നിർത്തി. ഒത്തിരി പേര് നോക്കി അത് തകർത്തു കളയുക. ദൈവം നിന്നെ മാനിച്ചു നിർത്തിയപ്പോ ശത്രുക്കൾ നിനക്കെതിരെ എഴുന്നേൽക്കും. നിന്നെ മാനിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയുവാൻ ശത്രു എഴുന്നേൽക്കും. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, നീ മേൽക്കുമേൽ പ്രബലനായി ദൈവത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ നീ വീഴുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ദൈവകൃപയിൽ നിൽക്കണം. അതാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി കൃപയിൽ നിൽക്കുക. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർക്ക് ഈ വചനം ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ കഴിയും? ദൈവമേ അങ്ങയുടെ കൂടെ വേണം, അങ്ങയുടെ കൂടെ വേണം. യോബിന്റെ കൂടെ ഭാര്യയുണ്ടായിരുന്നു, തലമുറകളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ തന്റെ വേദനയുടെ നടുവിൽ ഭാര്യ പോലും ഉപേക്ഷിച്ചു. ദൈവത്തെ തള്ളിക്കളഞ്ഞില്ല. ആരംഭത്തെക്കാൾ ഒടുക്കം അനുഗ്രഹമായിരുന്നു. രാത്രി ദൈവത്തിലെ ആരംഭത്തെക്കാൾ ഒടുക്കം നല്ലതായിരിക്കണം എന്ന് വെച്ചാൽ അവസാനം പിച്ചും പേയും പറഞ്ഞ് പോകാനിട വരുന്നത്. ബലത്തോടെ ദൈവസന്നിധി നിന്നാൽ സ്വോത്രം നല്ലൊരു അന്ത്യം ദൈവം തരും. ആമേൻ. സ്വോത്രം. സന്തോഷമുണ്ട്. ആരും പ്രയാസപ്പെടണ്ടാതെ കണ്ടിട്ടില്ലേ? സ്വോത്രം. ഹല്ലേലൂയ. യോബിന്റെ ആരംഭത്തേക്കാൾ അവസാനം നല്ലതായിരുന്നു. താൻ ദൈവത്തെ കൈവിട്ടില്ല. ഇന്ന് രാത്രി നിന്റെ വേദനയുടെ നടുവിലും, നിന്റെ സങ്കടങ്ങളുടെ നടുവിലും, നിന്റെ ഭാരങ്ങളുടെ നടുവിലും ആരും നിനക്കില്ലെങ്കിലും ദൈവത്തെ തള്ളിക്കളയരുത്.
ദൈവത്തോടൊപ്പം നിൽക്കേ, ദൈവവചനത്തെ ചേർത്ത് പിടിക്കേ, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്ക്, ദൈവത്തിന്റെ പ്രമാണത്തിൽ നിൽക്ക്, ആത്മാവ് ദൈവത്തെ ആരാധിക്ക്, ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്ത്. അതിനായി ഇന്ന് രാത്രി ദൈവം നമ്മെ കൂട്ടി വരുത്തിയത്. ഇന്ന് രാത്രി ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ദൈവസ്ഥലിൽ സമർപ്പിച്ച ഹൃദയം ദൈവസ്ഥലിൽ സമർപ്പിച്ച് അവൻ മടങ്ങിപ്പോയ ജനം, അവൻ ഇസ്രായേൽ ജനം, അവൻ പലപ്പോഴായി ദൈവസ്ഥലിൽ അവർ നഷ്ടപ്പെട്ടു, ദൈവത്തെ നഷ്ടപ്പെടുത്തി. പക്ഷേ ദൈവം അവരോട് പറയുന്നു, നീ ഒന്ന് മടങ്ങി വന്നാൽ നിന്നോട് കരുണയുള്ള ദൈവം, നിന്നോട് മനസ്സലിയുള്ള ദൈവം ഇന്ന് രാത്രി ഒന്ന് മടങ്ങി വന്നാൽ നമ്മെ വിടുവിക്കുന്നവനാ ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. മേൽക്കുമേ പ്രബലനായി ബലം പ്രാപിച്ചു. ശാരീരികമായ ക്ഷീണമോ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകാം, ആത്മീയ ബലം നിന്റെ ശരീരത്തിന്റെ ക്ഷീണത്തെ മാറ്റും, നിന്റെ മനസ്സിന്റെ തകർച്ചയെ മാറ്റും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവത്തിൽ നിൽക്കണം. രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ അഭിഷേകം പ്രാപിച്ച് ദൈവത്തിൽ നിൽക്കണം. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടണം. അഭിഷേകം പ്രാപിച്ച് ദൈവത്തിൽ നിന്നാൽ ബലത്തോടെ നിൽക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി ഈ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം കേട്ട വചനത്തിന് മുമ്പ് ദൈവമേ അങ്ങന്റെ കൂടെ കാണണം, അങ്ങന്റെ കൂടെ ഇരിക്കണം, അങ്ങന്റെ കൂടെ ആയിരിക്കണം, അങ്ങ് മാത്രമായിരിക്കണം എന്റെ കൂടെ. അങ്ങന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ മേൽക്കുമേ പ്രബലനായി തീരും. എല്ലാവർക്കും അവൻ ഹാലിൽ പ്രാർത്ഥനയോടെ ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒരു നിമിഷം സമർപ്പിച്ചുകൊണ്ട് സമർപ്പണത്തിന്റെ ഒരു ഗാനം ഇവിടെ പാടുമ്പോ കേട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ പകതയുമേ ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അങ്ങനെ അങ്ങോട്ട് അടുക്കുക. എന്റെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന വീഴ്ചകൾ ഞാൻ അങ്ങയുടെ മുമ്പാകെ ഏറ്റു പറയുന്നു. അങ്ങനോട് ക്ഷമിക്കണമേ, അങ്ങയുടെ കൃപ എന്റെ മേൽ പകരണമേ, അങ്ങയുടെ കൃപയിൽ ഞാൻ വളർന്നു വരട്ടെ, അങ്ങയുടെ കൃപയിൽ ഞാൻ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരുന്നാട്ട്, പ്രത്യേകിച്ച് ദൈവമക്കൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥനയോടെ ഇരുന്നാട്ട്. ഇന്ന് രാത്രി ഹോളിൽ ആരെങ്കിലും കടന്നു വന്ന് ദൈവത്തോടൊപ്പം നടക്കാൻ കഴിയുന്നില്ല, ദൈവം കൂടെയില്ല എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ആ സ്വർഗ്ഗം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്, ആ ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ജീവൻ
ഒരു കാര്യമുണ്ട്. ദൈവസഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ മാരിസൺ ഇങ്ങോട്ട് കടന്നു വന്ന് ദൈവനാമത്തിൽ നന്ദി അറിയിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ആശീർവാദം പറയാം. ദൈവം നമ്മെ സഹായിക്കും. ഒഫീഷ്യൽ വോട്ട് ഓഫ് താങ്ക്സ് പോകുന്നതിന് മുൻപേ നമ്മുടെ അഗാപ്പെ കൊയർ ആൻഡ് മ്യൂസിക്കൽ ടീമിന് വേണ്ടി ശക്തമായിട്ട് നമ്മൾ ഒന്ന് കൈയടിച്ച് അവർക്ക് വേണ്ടി thank you so much. Beloved brothers and sisters in Christ, esteemed members of our church family, and all who joined us in this beautiful music night, it is with a heart full of gratitude that I stand before you today to offer a vote of thanks and to everyone who has made this evening possible and so spiritually uplifting. First and foremost, we give all glory to our God, our Father, for the gift of music and inspiration that led us to this wonderful gathering. We thank Him for blessing us such talented musicians and the choir team for filling our hearts with joy through our performance. Our deepest thanks to our incredible musicians and singers who share their God-given talents with us tonight. Your beautiful voices and harmonies have truly touched our soul and brought us closer to this Lord. We also extend our heartfelt appreciation to the choir team, especially the singers, Sister Lydia Bobby, Sister Lydia Madison, Sister Beanie, Brother Freddie, and Brother Sam Jain, led by our Brother Lijo, and the musician team, Brother Joshua, Brother Christo, and Brother V. So all of you, we are giving thanks from our heart. Thank you so much, and especially thanks to our pastor. See, he is the main background for plan everything, and without him it cannot be executed so perfectly and successfully. And overall, thank you all. May God bless you all. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഞങ്ങളെ നന്ദി അറിയിക്കുന്ന ഒരു പ്രാവശ്യം കൂടെ പ്രത്യേകിച്ച് ആമേൻ ഹല്ലേലൂയ ആമേൻ കൊയറിന് നേതൃത്വം കൊടുത്ത പ്രിയ ലിജു ബ്രദറെ, ആമേൻ കുടുംബം, ആമേൻ സ്തോത്രം. പ്രിയ ഫ്രെഡി ബ്രദറെ, സാം ബ്രദറെ, പ്രിയ ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്റ്റോ ബ്രദറെ, ഹാലിയാച്ചി ബ്രദറെ, ജോഷുവ, പ്രിയ തോമസ് ബ്രദർ, എല്ലാവരും ഓർത്ത് സ്തോത്രം. എല്ലാവരും ഒരുപാട് ഇതിന് പിന്നിൽ അധ്വാനിച്ചു. ദൈവമക്കള് നല്ലപോലെ കഷ്ടപ്പെട്ടു. അതിന്റെ ഫലമാണ് എല്ലാവരും ടീം വർക്കായിട്ട് നിന്നു. അത് ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ സുഖം സഹായിച്ചു. ദൈവസഭയോട് കാണിച്ച എല്ലാ കൂട്ടായ്മയ്ക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കും. ഒരുമിച്ച് ഇതുപോലുള്ള സന്ധികൾ ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ. സന്തോഷത്തോടെ എല്ലാവരും കടന്നു വരണം. നമ്മുടെ ആരാധന വെള്ളിയാഴ്ച 4 മണിക്ക് ആരംഭിച്ച് 7 മണി വരെ ആരാധനയുണ്ട്. ആമേൻ ഹല്ലേലൂയ. ആരാധനയ്ക്ക് മറ്റിടങ്ങളിൽ എങ്ങും പോകുന്നില്ല എങ്കിൽ കടന്നു വന്ന് ഒരുമിച്ച് ആരാധിക്കുന്നത് അനുഗ്രഹമാണ്, വിടുതലാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. പുതുതായി കടന്നു വരുന്നവരൊക്കെ തുടർന്നും കടന്നു വന്നാൽ അത് അനുഗ്രഹമാണ്, വിടുതലാണ്. ദൈവനാമത്തിൽ ഇത് ഓർപ്പിക്കുന്നു. ഇപ്പോൾ പ്രിയ സന്നിധാനം മുൻപോട്ട് കടന്നു വന്ന്
പ്രാർത്ഥിക്കും. ആമേൻ. സ്തോത്രം. തുടർന്ന് ആശീർവാദം പറഞ്ഞ് ദൈവസന്നിധി നമുക്ക് പിരിയാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ കർത്താവേ, രാത്രിയുടെ നല്ല യാമത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവേ തിരുസന്നിധിയോട് അടുത്ത് വരുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കിട്ടിയ അവസരത്തിനായി നന്ദിയോട് സ്തോത്രം. എത്ര ആൾക്കാർ കർത്താവെ ഭൂമുഖത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ പാവികളായ അടിയങ്ങളോട് കർത്താവ് കരുണ കാണിച്ചതിനായി നന്ദിയോട് സ്തോത്രം. ഞങ്ങളെ കർത്താവ് കൂട്ടി വരുത്തിയല്ലോ. ഞങ്ങളെ ഇഷ്ടപ്രകാരമല്ല കർത്താവ് കൂട്ടി വരുത്തിയല്ലോ. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ ഞങ്ങളുടെ സന്നിധിയിൽ വരുവാനും കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാനും അത് ശ്രമിപ്പാനും കർത്താവ് ഞങ്ങളെ സഹായിച്ച വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവെ ഞങ്ങളോട് കരുണ കാണിച്ച കർത്താവ് മാത്രമുള്ള സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, ഹല്ലേലൂയ. ഗാനങ്ങൾ ആലപിക്കാൻ തന്നെ മക്കളെ കർത്താവ് ശക്തമാക്കിയതിനായി നന്ദിയോട് സ്തോത്രം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അനുഗ്രഹമായി സ്വർഗം സഹായിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കർത്താവെ അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരങ്ങൾ പ്രാപിക്കാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചാട്ടെ. കർത്താവെ, സഭയെ കർത്താവ് ഓർത്തതിനായി സ്തോത്രം ചെയ്ത് കർത്താവെ കൂട്ടിവരുത്ത എല്ലാ ജനത്തെ ഒരു പ്രാവശ്യം കൂടി താഴ്ത്തിപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. കർത്താവെ, കടന്നു പോകുന്ന സമയം വരെ കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായി നന്ദിയോട് സ്തോത്രം. പോക്കിലും വരവിലും കർത്താവിന്റെ വലിയ സാന്നിധ്യം കൂടി ഇരിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഗാനങ്ങൾ ആലപിപ്പാൻ കർത്താവ് എന്റെ മക്കളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഓരോരുത്തരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കാൻ കർത്താവ് സഹായിച്ചതിനായി നന്ദിയോട് സ്തോത്രം. അതിൽ കർത്താവെ, ഹല്ലേലൂയ. ഇതിന്റെ മക്കളെ കർത്താവ് ബലപ്പെടുത്തിയതിനായി നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് തന്നെ കർത്താവ് ഞങ്ങളെ നടത്തിയതിനായി നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിപ്പാൻ കിട്ടിയ അവസരത്തിനായി നന്ദിയോട് സ്തോത്രം. കർത്താവ് പ്രാർത്ഥനയെ കേട്ടതിനായി നന്ദിയോട് സ്തോത്രം. സകല യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നാം പ്രാർത്ഥിച്ച വിഷയങ്ങളെ മേൽ കേൾക്കപ്പെട്ട ആലോചനകൾ കടന്നു വന്ന യുവക്കളുടെ മേൽ സുഷിദൈവദാസന്മാർ എപ്പോഴും നീക്കുന്ന കർത്താവിനവരുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.